ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആളുടെ മെസ്സേജസ്. ഓക്കേ, നിങ്ങളുടെ വ്യക്തിയുടെ മെസ്സേജസ്. ഓക്കേ, ഓക്കേ, ഈ തേർഡ് പാർട്ടി ഇല്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ. ഓക്കെ, വാല്യൂസ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ കാര്യത്തിനായിരിക്കാം, ഫാമിലി വൈസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ജോബിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും, അവർക്കൊരു പേടിയുണ്ടാവും, അയ്യോ സൊസൈറ്റി തെറ്റിദ്ധരിക്കോ, എനിക്ക് നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളായിട്ടുള്ള ബന്ധം കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, അവര് വേറെ ഏതെങ്കിലും പാർട്ടീസ് എതിർക്കുമോ, ഫാമിലി എതിർക്കുമോ, അല്ലെങ്കിൽ സൊസൈറ്റി എതിർക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, റിഗ്രറ്റ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. അതിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതൊക്കെ പറഞ്ഞ് ഇപ്പോ ആ കാര്യമൊക്കെ പറഞ്ഞ് താടിക്കൊക്കെ കയ്യും കൊടുത്ത് ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതായത് പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി വിചാരിക്കുന്നത് ഇതൊന്നും സംഭവിക്കേണ്ടിയില്ലായിരുന്നു. അതിനുള്ള ഇതൊക്കെ സംഭവിച്ചു പോയതിനുള്ള ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെന്റ് ഡിസ്ഹോണസ്റ്റി, റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഇനി നിങ്ങളുടെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇവർക്ക് ചില സമയത്ത് വരണമെന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു ബന്ധം തുടങ്ങണമെന്നുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും, കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാവും. അതായത് എന്താ, ഈ അവിടെ ഇല്ല ഇവിടെ ഇല്ല, അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാക്കാത്തുള്ള രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ചിലപ്പോൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, മനസ്സിലായോ? എന്നാലും ഇനി വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഫിക്സ് ചെയ്യണമെന്ന്. അപ്പൊ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പശ വെച്ചൊട്ടിക്കേണ്ടി വരും. ഫിക്സ് ചെയ്യണമെന്നാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. ഡിസ്ഹോണസ്റ്റി, അതായത് ഇവരുടേതായിട്ടുള്ള പല പരിപാടികളിലും പോവാനും, പല പരിപാടികളിലോട്ട് ഇൻവോൾവ് ആകാനും, പല ആളുകളുടെ അടുത്ത് സംസാരിക്കാനും, ഇപ്പൊ ഫാമിലി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കാം, വേറെ ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് നടുക്ക് കിടന്ന് കളിക്കുന്ന ഏതെങ്കിലും വേറെ വ്യക്തികൾ ഉണ്ടാകാം. അപ്പൊ അവരായിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരായിട്ടുള്ള പരിപാടികളെല്ലാം നിങ്ങളുടെ അടുത്ത് നല്ല രീതിക്ക് നുണ അങ്ങോട്ട് കാച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് നുണ പറഞ്ഞിട്ടുണ്ട്. കുറെയൊക്കെ സത്യം, കുറെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചു, കുറെയൊക്കെ ഇവര് പറയുന്ന നുണയായിരിക്കും, ഉള്ളതാണോ ഇല്ലാത്തതാണോ, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഇവരുണ്ടാക്കി പറയുന്നതാണോ, ഇനി ഇവരുടെ പരിപാടി എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വരെ ചിന്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടാണോ ഇവരിങ്ങനെയൊക്കെയുള്ള കാണിച്ചു കൂട്ടലുകൾ നടത്തണമെന്ന് നിങ്ങൾ വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ തൽക്കാല രക്ഷപ്പെടലുകൾക്ക് വേണ്ടിയിട്ട് ഇവര് ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നുണകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് കുറെയൊക്കെ നിങ്ങൾക്കറിയാം, കുറെയൊക്കെ നിങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചു. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിനെ ആണല്ലോ ആവശ്യം. കുറെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ സാരമില്ല. പിന്നെ കുറെയൊക്കെ എന്താ പറയാ, എനിക്കിത് വേണമല്ലോ എന്ന് കരുതി
നിങ്ങൾ ഇത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ആള് വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. റെസ്പോൺസിബിലിറ്റീസ്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. സോൾ ടൈം. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അതായത് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താ പറയാ, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആള് എക്സ്ട്രാ മാരിറ്റലിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റലിലായിരിക്കാം. കാരണം ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പല ഉത്തരവാദിത്തങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരുന്നുണ്ടാകാം. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള, അതായത് ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം. ഇവരുടെ മാനസികപരമായിട്ടുള്ള ആവശ്യത്തിനും സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നു. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാകാം, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകാം. കാരണം ഇമോഷണലി ഫിസിക്കലി നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ആണ്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു, സെൽഫ് ലവ്, ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. അപ്പോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്ത് സോൾമേറ്റ് കണക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴും എന്താണ് പറിച്ചറിയാൻ പറ്റാത്ത പോലത്തെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് വേറെ ആളുകളുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നുണ്ടാവാം, വേറെ പല കാര്യങ്ങളിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാം. വേറെ ഏതൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ്മെന്റ്, വേറെ എത്ര വ്യക്തികൾ വന്നാലും എത്ര ബന്ധങ്ങൾ വന്നാലും നിങ്ങളോടുള്ള ഒരു ചെറിയൊരു പാർട്ട് അവരുടെ അടുത്തുണ്ട്. എപ്പോഴും ആ ഒരു കൊളുത്ത് അവിടെ ഉണ്ട്. സീക്രട്സ്. ഐ ഹാവ് നോട്ട് ടോൾഡ് യു എവറിത്തിങ്. സെൽഫ് ലവ്. അതായത് പുള്ളിയുടെ മനസ്സുകൊണ്ടും പുള്ളിക്കാരത്തി പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ലോകം അറിയാതെയും മറ്റുള്ളവരറിയാതെയും പല കാര്യങ്ങളും ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പുള്ളിക്ക് ചില സമയങ്ങളിൽ കുറ്റബോധം വരും. കുറ്റബോധം വരുന്ന സമയത്ത് മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറ്റബോധമാണ് ഏറ്റവും വലിയ കാര്യം. ആ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിന്റെ അകത്തൊരു എന്താ പറയാ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ നോക്കുക. നിങ്ങളോട് സീക്രട്സ്, ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് മുക്കും മൂലയും മാത്രം അറിഞ്ഞിട്ടുള്ളൂ. 100% എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. കാരണം ഈ വ്യക്തിനെ പോളിഷ് ചെയ്തുള്ള സംസാരങ്ങളല്ലേ സംസാരിക്കുള്ളൂ, അതല്ലേ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുള്ളൂ. ഈ വ്യക്തിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ പറയുള്ളൂ. അപ്പൊ അതൊക്കെ മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ. ബാക്കി ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ്, ഇവരുടെ പരിപാടി എന്താണ് ഒന്നും നിങ്ങൾക്ക് ഒരു വ്യക്തത ശരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഇന്ന് വരുമോ നാളെ വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും എൻ്റെ ലൈഫ് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോവോ, എന്നെ കല്യാണം കഴിക്കാൻ വരുമോ, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിച്ച വ്യക്തിയാണ്, അതായത് നിങ്ങളെ കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വീണ്ടും ജീവിക്കാൻ വരുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം മറന്ന് നിൽക്കാൻ തയ്യാറാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. നെഗ്ലക്റ്റഡ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. അതായത് ഇത് കാണുന്ന ആളുകൾ ഇവരോട് അറ്റാച്ച്മെന്റ് ആയി, അല്ലെന്നുണ്ടെങ്കിൽ ഇവരോട് സംസാരിക്കണം. നിങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടായി കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസൻസ് കിട്ടിയാലും നിങ്ങൾ ഹാപ്പിയാണ്. ഇവരുടെ വാക്കുകൾ മറ്റുള്ള ആളുകൾ ഈ ലോകത്ത് കിടന്ന് എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളത് കണക്കിലെടുക്കൂല. ഈ വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെവിയിൽ ഉൾക്കൊള്ളും, മനസ്സിൻ്റെ അകത്ത് ഉൾക്കൊള്ളും, തലയിൽ കയറ്റും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് പല ആവശ്യങ്ങളും വന്നപ്പോ നിങ്ങൾക്കൊരു ഇമോഷണൽ ഒരു പ്രസൻസ് വേണമെന്ന് തോന്നിയപ്പോ, ഒരു ഫിസിക്കൽ പ്രസൻസ് വേണമെന്ന് തോന്നിയപ്പോ, ഇവരുടെ ടൈം, ഇവരുടെ അറ്റൻഷൻ കാര്യങ്ങൾ വേണം, ഇവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് വേണമെന്നൊക്കെ തോന്നിയ സമയത്തൊക്കെ ഇവരത് നെഗ്ലക്റ്റ് ചെയ്തു. അതിൻ്റെ അകത്തൊക്കെ ഫെയിൽ ആയി പോയെന്നാണ് പറയുന്നത്. സബോട്ടേജ്. തേർഡ് പാർട്ടി ഇൻസെപ്പറബിൾ. അതായത് അറിയാലോ ഇതിൻ്റെ അകത്ത്
തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളായിരിക്കാം, പ്രൊഫഷൻ ആയിരിക്കാം, മണി പ്രോബ്ലംസ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം പുള്ളിനോട് തന്നെ പുള്ളിയുടെ ലൈഫിൽ നടക്കേണ്ട പല നല്ല കാര്യങ്ങളും പുള്ളിനോട് തന്നെ എന്താ പറയാ വഴക്കിടുക, നശിപ്പിക്കുക. പുള്ളിക്ക് കിട്ടേണ്ട പല നല്ല കാര്യങ്ങളും പുള്ളി തന്നെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ എത്ര അകലെയാണെങ്കിലും, നിങ്ങൾ എത്ര അകലെയാണെന്നുണ്ടെങ്കിലും, നമ്മൾ തമ്മിലുള്ള എത്ര അകലം ഉണ്ടെങ്കിലും നമ്മളുടെ ലവ് അവിടെ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റേക്സ്, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അതായത് പുള്ളി പേനയും പേപ്പറൊക്കെ ആയിട്ടിരിക്കുവാണ് എഴുതാൻ വേണ്ടിയിട്ട്. എഴുതി തീരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഞാൻ എഴുതി വെക്കാൻ തയ്യാറാണെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നിങ്ങളുടെ കണ്ണാപ്പി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മോള് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ബേബി എഴുതി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ശരി. രണ്ടു തരം ക്യാരക്ടറുള്ള ആളുകളാണ് ഇത് വാച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണ്, അതായത് രണ്ട് തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകൾ. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. അതായത് മച്ചമ്പി കുറെ ഇങ്ങനെ കണക്കൂട്ടലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഔട്ട്കം ഇങ്ങനെ വരണം. അപ്പൊ മച്ചമ്പി വിചാരിച്ച അതേ പ്ലാനിങ്ങിലല്ല അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പോയത്. ഇതെന്താ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. സ്വിച്ച് ഇട്ടാ പ്രവർത്തിക്കുന്നതാണോ പല കാര്യങ്ങളും? അല്ല. അപ്പൊ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പ്ലാൻ ചെയ്ത പ്ലാനിങ് സിംഹമാണ്. അപ്പൊ പുള്ളിക്കാരത്തി പ്ലാനിങ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ പ്ലാനിങ് ചെയ്ത വിധത്തിൽ പോയില്ല. അപ്പൊ എന്താണ്, പുള്ളി അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നൈസായിട്ട് മുങ്ങി ഇവിടെ നിങ്ങളുടെ അടുത്തുനിന്ന് മുങ്ങിയിട്ട് പിന്നെ എവിടെ പൊങ്ങിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, കമ്മിറ്റ്മെന്റ്. അപ്പൊ കമ്മിറ്റ്മെന്റ് ഞാൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ആബ്സെൻസ്, അതായത് നിങ്ങളുമായിട്ടുള്ള പരിപാടികളെ ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളെ മിസ് ചെയ്യുന്നു. പല പരിപാടികളിലും ചില പരിപാടികളിൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇൻഡെസിസീവ്, റണ്ണർ, ഗിൽട്ടി. അതായത് നേരത്തെ പല കാര്യങ്ങളും വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളക്കാത്ത പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാത്തിലും കൂടി ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഓടിക്കളഞ്ഞ് പലരുടെ അടുത്തോട്ട് ഓടിക്കളഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ എത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുള്ളത് അനുഭവിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കും അറിയാം. പുള്ളി കണ്ണടച്ച് ഇരുട്ടാക്കി അങ്ങോട്ട് നൈസായിട്ട് ഓടി. നിങ്ങള് ചിലപ്പോ പോരുത്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇവർക്കും അറിയാം. പക്ഷെ ഞാനൊന്നുമില്ല, ഞാൻ ഓടി രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഓടിയ വഴിക്ക് പിന്നെ ഹുസൈൻ ബോൾട്ടിനെ പോലും തോപ്പിക്കാൻ പറ്റാതെ ഓടി രക്ഷപ്പെട്ടു. ഗിൽട്ടി, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ കുറ്റബോധമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ബോധമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ഒരു ബോധം നിങ്ങളുടെ ആൾക്ക് വരുന്നുണ്ട്. ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. Okay. Okay.
നോ വൺ അണ്ടർസ്റ്റാൻഡ്. അതല്ലല്ലോ ആദ്യം വന്നത്. ആദ്യം വന്നത് നിങ്ങൾ കണ്ടല്ലേ, സെക്സ് വിത്ത് യു. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു, സെക്ഷൽ ഡിസയർ. അപ്പോ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വെറുതെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുമായിട്ട് ഫിസിക്കൽ കാര്യങ്ങൾ ഉണ്ടാകാം, ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടോക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം. അതിൻ്റെ അകത്ത് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ദിസ് ലവ് ഈസ് ക്രേസി. പുള്ളിക്ക് ക്രേസി ആയിട്ട്, പുള്ളിക്കാരത്തേക്ക് ക്രേസി ആയിട്ട് അനുഭവപ്പെടുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ബി എലോൺ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളും കൂടി വേണം, അങ്ങനെയൊക്കെ പറയുന്നു. ഹൗ കുഡ് യു എവർ ഫോർഗീവ് ദ മെസ് ഐ ഹാവ് മെയ്ഡ്? നോ വൺ അണ്ടർസ്റ്റാൻഡ് മീ ബട്ട് യു. ദ പാഷൻ ഈസ് ടു മച്ച്. ഐ കാൺ ടോക്ക് ടു യു റൈറ്റ് നൗ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉത്തരത്തിലിരിക്കണത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കണത് പോകാനും പറ്റില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അതല്ലേ അതിന്റെ അർത്ഥം. എല്ലാം ഇങ്ങനെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് എടുക്കണം. അതായത് കൈ നനയാതെ മീൻ പിടിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. കുറച്ചു പേർക്ക് അങ്ങനെ ഉണ്ടോ? നിങ്ങളെ പറ്റിയുള്ള ചിന്തകളൊന്നും ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ലവ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കുമോ, എൻ്റെ കൂടെ ഇരിക്കുമോ, എൻ്റെ പരിപാടി, എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിൽക്കുമോ. അപ്പൊ അവര് പറയുന്നത്, ഇല്ല എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ നിന്റെ കാര്യങ്ങൾ നോക്കൂ, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ഒരു കോർണറിലോട്ട് ഇങ്ങനെ മാറ്റാൻ നോക്കും. അപ്പൊ വീണ്ടും നിങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതം വേണം, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എന്നോട് സംസാരിക്കുകയെങ്കിലും വേണം. ചില ആളുകൾ അങ്ങനെയുണ്ട്. ചില ആളുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളില്ലാണ്ടുള്ള ഒരു പാർട്ടേ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി. അപ്പൊ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, പല പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. ഈ പുള്ളി ഉള്ളത് കൊണ്ട് നിങ്ങൾ പല ആളുകളെയും മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആളുകളെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട പരിപാടികളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം മൈൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതാണ്. അപ്പൊ പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഇമോഷണൽ സെന്റിമെന്റ്സിന് നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത പരിപാടി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ച് മൈൻഡ് ചെയ്യാത്ത പരിപാടിയുണ്ട്. അതൊക്കെ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ ഐ ആം ബ്ലോക്ക്ഡ്. എവിടെയാണോ, ഇപ്പൊ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയിലായിരിക്കും, അല്ലെങ്കിൽ ചെന്നെത്തിയ സ്ഥലത്തായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലായിരിക്കും. എന്തിലാണോ പോയി പെട്ടിരിക്കുന്നത് അവിടെ പെട്ടു. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട പോലെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നത്? അതായത് ഇപ്പൊ പഴയ ചിന്തകളും കാര്യങ്ങളൊക്കെ മച്ചമ്പീനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനിപ്പോ ആശ്രയിക്കുന്ന ചില ആളുകൾ ഒന്നല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളായിരിക്കാം. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. ഇതിപ്പോ കമന്റിൽ വന്നിട്ട്, അഞ്ജലി ഞാൻ അങ്ങനെ കള്ളൊന്നും കുടിക്കാറില്ല, എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ, അതൊന്നും എന്നോട് പറയില്ല കേട്ടോ. ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു പേര് പർട്ടിക്കുലർ നെയിം വെച്ചിട്ടല്ല പറയുന്നത്. പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ. നമ്മളൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരിക്കലും ഇത് ആശ്രയിക്കരുത്. ഓക്കെ, ഇത് ആശ്രയിക്കാതിരിക്കുക. അത് ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് എത്ര മിനിറ്റ് ആ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ എത്ര നേരം അതുണ്ടാവും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പടിയിലോട്ടൊക്കെ അല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിലോട്ട് പോകരുത്. പല ആളുകളുടെയും കഥകൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതിലോട്ട് പോയാൽ അത് നമ്മൾ ഒരു കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിലോട്ട് ആശ്രയിച്ച് പോയാൽ പിന്നെ ഇനി രണ്ട് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള ബുദ്ധിമുട്ടായിരിക്കും. അതൊന്നും ദയവ് ചെയ്താലും ചെയ്യല്ലേട്ടാ.
പറയുകയാണ്. അതൊന്നും ദൈവത്തോർത്താരും അതിന്റെ പുറകെ ഒന്നും പോവല്ലേ, ഈ കാര്യത്തിന്റെ പുറകെ കേട്ടോ. ഇത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.